നമ്മൾ ആരോടെങ്കിലും വെറുപ്പും പടക്കവും വെച്ചുകൊണ്ടിരുന്നാൽ അത് അധികം താമസിയാതെ അത് നമ്മുടെ ഉള്ളിൽ ഭയമായി മാറും. ഭയവും സംശയവും ഇത് രണ്ടും നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കും. അങ്ങനെ വെറുപ്പ് അധികം നാളങ്ങനെ കിടക്കിയാൽ അധികം താമസിയാതെ തന്നെ അത് നമ്മുടെ ഉള്ളിൽ ഭയമായി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ, എപ്പോഴും നമ്മുടെ മനസ്സ് നമുക്കുണ്ടാകുന്ന എല്ലാ തകർച്ചകളെയും ശത്രുവിനെ കേന്ദ്രമാക്കി വ്യാഖ്യാനിക്കാനായിരിക്കും നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ അങ്ങനെ വ്യാഖ്യാനിക്കുകയുള്ളൂ. അപ്പം നമ്മുടെ വീട്ടിൽ പനിയുണ്ടായി, ഒരു കൊച്ചിന് പനി പിടിച്ചു. അത് നമ്മൾ ഇന്ന ആളുമായിട്ട് പിണങ്ങിയത് കൊണ്ടാണ് പനി വന്നത് എന്ന് നമ്മുടെ ബുദ്ധി സമ്മതിക്കുകയില്ല. പക്ഷെ മനസ്സ് അങ്ങനെ വ്യാഖ്യാനിക്കാൻ നമ്മളിങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ വേറൊരു തന്ത്രം നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞു. അതായത് നമ്മളുമായി പിണങ്ങിയിരിക്കുന്ന ആൾക്ക് ഏതോ മന്ത്രവാദികളുമായിട്ട് ബന്ധമുണ്ട്. അങ്ങനെ അവരെ കൂട്ടുപിടിച്ചാണ് നമ്മുടെ കുടുംബത്തിൽ ഈ അനർത്ഥങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ പെട്ടെന്ന് അങ്ങനെ ഒരു ചിന്ത അങ്ങോട്ട് ഫോം ചെയ്യും. അതോടുകൂടി നമ്മുടെ ഉള്ളിലെ ഭയം അങ്ങോട്ട് വളരും. ഭയം വളർന്നാൽ എന്താ സംഭവിക്കുക? അത് നമ്മുടെ 5 ഇന്ദ്രിയങ്ങളെ കയറിപ്പിടിക്കും. ഏറ്റവും ആദ്യം കയറിപ്പിടിക്കുന്നത് നമ്മുടെ കണ്ണിനെയാണ്. കണ്ണിനെ ഭയം കയറി പിടിച്ചു കഴിഞ്ഞാൽ നീ ചില കാഴ്ചകളൊക്കെ കാണും. നിൻ്റെ മുമ്പിൽ ചില അദൃശ്യ രൂപങ്ങൾ, ആരൊക്കെയോ ഇതിൻ്റെ മുമ്പിലൂടെ നടക്കുന്നത് പോകുന്നതൊക്കെ നീ കാണും. മറ്റുള്ളവരാരും കാണുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാത്രി കിടക്കുമ്പോഴേ ഏതോ ചില അദൃശ്യ കരങ്ങൾ വന്ന് തൊണ്ണയ്ക്ക് കുത്തിപ്പിടിക്കുന്നു, നാക്കങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നു, കൈകാലുകൾ തളരുന്നു. ഏതോ അദൃശ്യ ജീവി വന്നിങ്ങനെ ചെയ്യുന്നതായിട്ട് തോന്നുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരോ കാലെ പിടിച്ച് വലിക്കുന്നതായിട്ട് തോന്നുക. നീ ഇരിക്കുന്ന മുറിയിൽ ആരൊക്കെയോ നിൽക്കുന്നതായിട്ട് പെട്ടെന്ന് കാണുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഭയം നമ്മുടെ കണ്ണിനെ ബാധിക്കുന്നതാണ്. ഭയം ചെവിയെ ബാധിക്കും. ചില പ്രത്യേക സ്വരം കേൾക്കുക. അടുത്ത ഓണത്തിന് മുമ്പ് നിന്നെയും നിന്റെ കുടുംബത്തെയും തട്ടിക്കളയും. നീ ഇങ്ങനെ ചെവിക്കകത്ത് കേൾക്കുക. വേറെ ആരും കേൾക്കില്ല, നീ മാത്രമേ കേൾക്കുള്ളൂ. നിന്റെ കുടുംബത്തെ കെട്ടുകെട്ടിക്കും, തകർത്ത് തരിപ്പണമാക്കി കളയും. ഇതൊക്കെ നിന്റെ ചെവിയിൽ നീ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. വേറെ ആരും കേൾക്കുകയുമില്ല. ഭയം ചെവിയെ ബാധിക്കുന്നു. വേറെ ചില സംബന്ധിച്ചിടത്തോളം ആ ഭയം നമ്മുടെ ത്വക്കിനെ ബാധിക്കും. അപ്പം പാമ്പഴയുന്ന പോലെ ദേഹത്ത് അനുഭവപ്പെടുക, അല്ലെ ദേഹത്ത് എപ്പോഴും ചൊറിച്ചിൽ. എത്ര ചികിത്സിച്ചാലും അത് മാറിയല്ല. എന്തോ ചില ഇഴയുന്ന പോലെ എപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തന്നെ ചില ഉള്ളിൽ സംശയം, കഴിക്കുന്ന ഭക്ഷണത്തിനെ കുറിച്ച് സംശയം. ആരോ എന്തോ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതങ്ങ് കയറിക്കഴിഞ്ഞാൽ പിന്നെ അത് പോയില്ല. അപ്പോൾ അതേ തുടർന്ന് വയറ്റിലെ അസുഖവും പ്രശ്നങ്ങളൊക്കെ ആവും. അപ്പോൾ അങ്ങനെ അത് ഭയത്തിലേക്കും സംശയത്തിലേക്കും നമ്മുടെ ഉള്ളിലെ വെറുപ്പ് വഴിമാറുന്നു. അങ്ങനെ സംഭവിക്കുന്ന വഴി എന്തുണ്ടാകുന്നു? വലിയ മാനസിക തകർച്ചയാണ് ഇതുവഴി സംഭവിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇത്തരം ചിന്തകളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സാധാരണ ആളുകൾ പറയുന്നതൊന്നും മനസ്സിലായില്ല. ഏതെങ്കിലും ഇത്തരം അന്ധവിശ്വാസത്തിൽപ്പെട്ട ആളുകൾ നിന്നോട് വന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് നിനക്ക് മനസ്സിലാവും. നിന്റെ ചിന്ത ശരിയാണ് എന്ന് നിന്നോട് പറയുന്ന ആളുകളെ ആയിരിക്കും നീ സ്വാഗതം ചെയ്യുക. അപ്പോൾ അവരുടെ പുറകെ പോകുന്നു. അവർ പറയുന്നതനുസരിച്ച് നിൻ്റെ വീടിന് കുഴപ്പം, പറമ്പിന് കുഴപ്പം, അവിടെയൊക്കെ പോയി മാന്തുന്നു. എന്നിട്ട് അവിടുന്ന് ചിലതൊക്കെ എടുത്ത് പൊക്കുന്നു. എന്നിട്ട് അത് കാരണമാണ് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വന്നതെന്ന് പറയുന്നു. ഇങ്ങനെ ഇത്തരം ആളുകളുടെ പുറകെ നടന്ന് അവർ പറയുന്നതൊക്കെ ചെയ്ത് അങ്ങനെ നടക്കുന്ന ആളുകളുണ്ട്. ഒരു കാലത്തും അവർക്ക് ഒരു വിടുതലോ സൗഖ്യമോ ഉണ്ടാകുകയില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരണം ഈ തകർച്ചയുടെ എല്ലാം
അടിസ്ഥാന കാരണം എന്താണ്? ഉള്ളിലുണ്ടായ സ്നേഹക്കുറവും വെറുപ്പുമാണ്. അത് വെച്ചുകൊണ്ടിരുന്നാൽ സംഭവിക്കുന്ന കാര്യമാണിതല്ല. അധികം താമസിയാതെ ഭയത്തിലേക്ക്, അധികം താമസിയാതെ സംശയ മനസ്ഥിതിയിലേക്ക് ഒക്കെ അത് വിരച്ചു കൊണ്ടുപോകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ചിലർ ഇതിങ്ങനെ ആ സിസ്റ്റം ഇങ്ങനെ നമ്മുടെ ബോഡിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാലേ എപ്പോഴും ഈ വ്യക്തികൾ മറ്റുള്ളവരെന്താ ചിന്തിക്കുന്നത്, അവരെന്താ ചെയ്യുന്നത്, അതൊക്കെ നിനക്കെതിരായിട്ട് നീ ഇങ്ങനെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കും. നീ എവിടെ ചെന്ന് കഴിഞ്ഞാലും അവിടെയുള്ളവരൊക്കെ നിനക്കെതിരാണെന്ന് തോന്നുക, അവരെന്തോ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് തോന്നുക. ഇതൊക്കെ അങ്ങോട്ട് വളർന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ സിസ്റ്റം എല്ലാം തകരാറിലാവും. അങ്ങനെയുള്ളവർ കുറേ കഴിയുമ്പം മെൻ്റൽ ഹോസ്പിറ്റൽ വരെ അഡ്മിറ്റ് ആകേണ്ടതായിട്ട് വരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചില മാനസിക ആശുപത്രിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചിലർ പറയേ, വേറെ ആരോ എൻ്റെ ചിന്തയൊക്കെ പിടിച്ചെടുത്ത് അവരവിടെ നിന്ന് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്നെ അവരാണ് നിയന്ത്രിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ കൊച്ചു കൊച്ചു രൂപങ്ങൾ നമ്മുടെ വീട്ടിൽ പറയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, വെറുപ്പും പിണക്കവും ഉപേക്ഷിക്കുക എന്നത് നീ ആർക്കോ ചെയ്തു കൊടുക്കുന്ന ഒരു ഔദാര്യമല്ല, അത് നിന്റെ ആവശ്യമാണ്. നീയാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത് മാനസിക തലത്തിൽ. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത്, വെറുപ്പും പിണക്കവും നമ്മുടെ ഉള്ളിലിരുന്നാൽ നമ്മുടെ ശരീരത്തെ എങ്ങനെ ബാധിക്കും, നമ്മുടെ മനസ്സിനെ എങ്ങനെ അത് രോഗഗ്രസ്തമാക്കും, ഇതാണ് നമ്മൾ കണ്ടത്. ഇനി വെറുപ്പും പിണക്കവും നമ്മുടെ ആത്മാവിനെ എങ്ങനെ ബാധിക്കും, അതിനെക്കുറിച്ച് ഞാൻ പറയാൻ പോവുകയാണ്. എഫേസൂസുകാർക്കുള്ള ലേഖനം 4-ാം അധ്യായം 26-ഉം 27-ഉം വാക്യങ്ങൾ. ഒരു കോപമുണ്ടായാൽ നീ കോപിച്ചോ, പക്ഷേ ഉറങ്ങുന്നതിന് മുമ്പ് അതെല്ലാം പറഞ്ഞ് തീർത്തിരിക്കണം. ആ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. വെച്ചുകൊണ്ടിരുന്നാൽ അത് വൈരാഗ്യമായി മാറും. വൈരാഗ്യമായി മാറിയാലോ സാത്താൻ നിന്റെ ഉള്ളിൽ പ്രവേശിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മനുഷ്യന് ദേഷ്യം വരും, ദേഷ്യപ്പെട്ടോട്ടെ. പക്ഷെ അത് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് വൈരാഗ്യമാറും. വൈരാഗ്യമായി മാറിയാൽ സാത്താൻ നിന്റെ ഉള്ളിൽ പ്രവേശിക്കുന്നതിന് കാരണമായി തീരും. അതുകൊണ്ട് ഈ വെറുപ്പും പിണക്കവും ഒരു തമാശയായിട്ട് നമ്മൾ എടുക്കരുത്. അത് നമ്മുടെ ഉള്ളിലിരുന്നാൽ ഉണ്ടോ, സാത്താൻ നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കും. സാത്താൻ എന്തിനാണ് നമ്മുടെ ഉള്ളിൽ വരുന്നത്? ദൈവം വരുന്നത് എന്തിനാ? നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും അത് സമർത്ഥമായിട്ടുണ്ടാകാൻ. സാത്താൻ എന്തിനാണ് വരുന്നത്? കൊല്ലുവാനും നശിപ്പിക്കുവാനും. ഞാൻ വൈദികനായ ആദ്യ വർഷം ഈ തൃശ്ശൂർ കുരിയച്ചന എന്ന് പറഞ്ഞ പള്ളിയിൽ ഒരു ധ്യാനം നടത്തി. ഒരു കരിസ്മാറ്റിക് ധ്യാനമാണ്. ഏതാണ്ട് ഒരു 80ഓളം ആളുകൾ പങ്കെടുത്ത ധ്യാനമാണ്. രാവിലെ ഒരു 8 മണിയാകുമ്പോൾ തുടങ്ങും, വൈകുന്നേരം ഒരു 7-7:30 തീരും. അത് കഴിയുമ്പോൾ ആളുകൾ വീട്ടിൽ പോകും. അങ്ങനെ 5 ദിവസം നീണ്ടു നിൽക്കുന്ന ധ്യാനം. അങ്ങനെ രാവിലെ ധ്യാനം തുടങ്ങിയ ദിവസം ആളുകളൊക്കെ 8-8:30 വന്നു. പിന്നെ പാട്ടും പ്രാർത്ഥനയൊക്കെ ആയിട്ട് ധ്യാനം തുടങ്ങി. ഒരു 11:15 ധ്യാന ഹോളിൽ നിന്ന് ഒരാൾ വന്ന് എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അടുത്തിരിക്കുന്ന ആൾക്ക് കടുത്ത പനി, അതുപോലെ അയാൾക്ക് ഈ പനിയുടെ ആധിക്യം കൊണ്ട് വിറയലുമുണ്ട്. പിന്നെ കൂടാതെ ശരീരത്തിന് ഭയങ്കരമായ വേദന, ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കുത്തി കുത്തി വേദന. ഇതാണ് പറഞ്ഞത്. ഹല്ലേലൂയ. നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണ്. ഈ വേദന കാരണം അവൻ കൊച്ചുകുട്ടിയെ പോലെ കരയുകയാണ്.
അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ ആൾ പറഞ്ഞു, അച്ഛാ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ അവന് വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് ഞാൻ വേഗം ധ്യാനത്തിന് വരാം. അപ്പം ഞാൻ ഈ പറഞ്ഞ സഹോദരൻ്റെ അടുക്കിലേക്ക് ചെന്നപ്പോൾ ഈ പറഞ്ഞതൊക്കെ ശരിയാണ്. നല്ല പനിയുണ്ട്, വിറയുണ്ട്, ഈ കുത്തി ഈ ഭാഗത്തൊക്കെ വേദന കാരണം കൊച്ചുകുട്ടിയെ പോലെ അവൻ കരയുകയാണ്. ഞാൻ അവനോട് ചോദിച്ചു, നീ രാവിലെ ധ്യാനിക്കാൻ വരുമ്പോൾ നിനക്ക് എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നോ? അവൻ പറഞ്ഞു, ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഇതൊക്കെ ഇവിടെ വന്ന ശേഷം 1.5 മണിക്കൂറിനുള്ളിൽ ഉണ്ടായതാണ്. അപ്പോൾ ഈ വിഷയം ഞാൻ പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക് വെച്ച് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ള അംഗങ്ങൾ മുഴുവനും ഏക സ്വരത്തിൽ പറഞ്ഞു, ഇത് വൈരാഗ്യത്തിൻ്റെ പൈശാചിക പീഡയാണ് എന്ന്. ഹല്ലേലൂയ. അപ്പം ഞാൻ ഉടനെ പോയി ആ യുവാവിനോട് ചോദിച്ചു, നിനക്ക് ആരോടെങ്കിലും വൈരാഗ്യമുണ്ടോ? അവൻ പറഞ്ഞുകൊണ്ട്. ഞാൻ ചോദിച്ചു, ആരോടാ? അത് എൻ്റെ ഭാര്യ വീട്ടുകാരോടാ. ഹല്ലേലൂയ. ഞാനും എൻ്റെ ഭാര്യ വീട്ടുകാരും തമ്മിൽ പിണക്കത്തിലാണ്. ഞങ്ങൾ 2 പേരും അവിടെ പോയിട്ട് ഇപ്പോൾ 5 വർഷമായി. അപ്പോൾ അതിനിടയ്ക്ക് പല പ്രമാദപരമായ കേസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പോലീസ് കേസ് ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, ഇത് വൈരാഗ്യത്തിൻ്റെ പൈശാചിക പീഡയാണ്. അവിടെ ഇത് വിട്ടുപോകണമെങ്കിൽ വൈരാഗ്യം മാറ്റണം. ഉടനെ അവരവിടെ മുട്ടുമേൽ നിന്നു. എന്നിട്ട് അവൻ പറഞ്ഞു, ഇന്ന് തന്നെ ഞാൻ അവിടെ പോയി അവിടെയുള്ള എല്ലാവരുടെയും കാലെ പിടിച്ച് മാപ്പ് ചോദിക്കാൻ തയ്യാറാണ്. എനിക്ക് ഈ വേദനയൊന്ന് മാറിക്കിട്ടിയാൽ മതി. ഹല്ലേലൂയ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി അവൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഭാര്യ വീട്ടുകാരോട് പരിപൂർണമായി ക്ഷമിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചു, ചൊല്ലിക്കൊടുത്തു. അവൻ ഏറ്റുചൊല്ലി. ഇവൻ്റെ ഭാഗത്തുനിന്ന് അങ്ങോട്ട് ചെയ്ത എല്ലാ കാര്യത്തിനും ദൈവത്തിന് സ്ഥലം മാപ്പ് ചോദിച്ചു. അവർ ചെയ്തിട്ടുള്ള എല്ലാ കാര്യത്തിനും ക്ഷമ കൊടുത്തു. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി അവൻ്റെ തലയിൽ കൈവച്ച് ഈ 5 വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞും ചീത്ത പറഞ്ഞും ഒക്കെ ആയിട്ട് മുന്നോട്ട് നീങ്ങുന്നതിന് ഫലമായി ഇവരിൽ ഉണ്ടായിട്ടുള്ള എല്ലാ പൈശാചിക പീഡകളും യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞില്ല, അവൻ്റെ പനി നിന്നു, വേറെയിൽ നിന്നു. അധികം താമസിയാതെ കുത്തിയുള്ള വേദനയും മാറി. ഒന്ന് കൈയടിച്ചേ.